എന്നൊരു ബാൻജോ കേക്കിന്റെ ഡിസൈനാണ് ചെയ്തത്. ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് മുകളിലേക്ക് ഞാൻ ഒഴിച്ചു. ഇനി ഞാനിന്റെ സൈഡിലും കൂടി ഒന്നിങ്ങനെ ആക്കി എടുത്തുകൊണ്ടിരിക്കുക. ഒരു സൈഡില് നമുക്ക് വാൻജോന്റെ ഡിസൈൻ എങ്ങനെയാ നമുക്കറിയാലോ, അതുപോലൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ 2-3 തുള്ളിയായിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് പേരെഴുതാൻ വേണ്ടി കുറച്ച് സ്പേസ് ഇടണം. പൈപ്പിംഗ് ബാഗിൽ വെക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫൈനൽ ലുക്കാണ് പൊളിക്കാൻ പോണത്. അപ്പൊ ഈ സംഭവമാണ് കേട്ടോ, ഒരു ഫോണ്ടൻ ടൂളാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഡിസൈൻ കൊടുക്കാം. അങ്ങനെ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത് വേറൊരു ഡിസൈൻ ആയിട്ട് വരും. അത് കൊടുത്താൽ മതി, ഒരുപാട് പ്രസ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ കേക്കിന്റെ ഫൈനൽ ലുക്ക് നോക്കിയേ. ഞാൻ നേരത്തെ ചോക്ലേറ്റ് ഞാൻ ആ സ്പാച്ചിൽ വെച്ച് ചോദിച്ചപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്താണ് ഈ കാണിച്ചു കൂട്ടണേന്നുള്ളത്. ഇത് കൊളാവുന്നായിരുന്നു നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ? പക്ഷെ കൊളാവൂല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ മറ്റേ ആ ഫോണ്ടൻ ടൂള് വെച്ച് ഞാൻ അത് ഡിസൈൻ ചെയ്തപ്പോ ആ ഒരു വാൻജോന്റെ ഡിസൈൻ കിട്ടിയില്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ പൈപ്പിംഗ് ബാഗിൽ ഒഴിക്കണവർക്ക് അങ്ങനെ ഒഴിച്ചാണ് ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഞാൻ ഈ പൈപ്പിംഗ് ബാഗിൽ ഒഴിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിലാക്കി കൊടുത്തത്. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബോർഡറിൽ ഒരു ഡിസൈൻ കൂടി കൊടുക്കാനുണ്ട്, ഇതിന്റെ താഴത്തെ ബോർഡറിൽ. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടിരിക്കും. അപ്പൊ അതിന് ഒന്ന് സെറ്റ് ആയിട്ട് വേണം. ഇന്നലെ വാൻജോ കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ബോർഡർ കൊടുക്കാനായിട്ട് അപ്പൊ ഇത് കുറച്ച് നല്ല ക്രീമെടുത്ത് മാറ്റി വെച്ചിറങ്ങണം കേട്ടോ ബോർഡർ കൊടുക്കാനായിട്ട്. ബോർഡർ കൂടി കൊടുത്താലാണ് സെറ്റ് ആവുള്ളൂ. അപ്പൊ അതെ ബോർഡർ കൊടുത്ത് കേക്കിൻ്റെ ഡിസൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ആ ബോർഡറും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കേക്ക് സെറ്റ് ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.